ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ ദിവസമായിട്ടുണ്ടാവും നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ടും. ഇനിയിപ്പോൾ കുറേ ആയിട്ടുണ്ടല്ലോ ഇട്ടിട്ട്. അപ്പം ഇനിയിപ്പോൾ വ്യൂസ് ഉണ്ടാവും കാര്യങ്ങളുണ്ടാവും എന്നൊന്നും എനിക്കറിയില്ല. അപ്പം ഞാനങ്ങനെ ഷോർട്സ് അങ്ങനെ അപ്ലോഡ് ചെയ്യാറില്ല, വീഡിയോ ആയിട്ട് ഇടാറില്ല. പിന്നെ ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഇപ്പോൾ ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കുറേ പേര് മെസ്സേജ് വരുന്നുണ്ട്, കുറേ പേര് ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് അതിൻ്റെ വീഡിയോ ഇടുന്നതെന്ന്. സത്യം പറഞ്ഞാൽ വീഡിയോസ് ഞാനങ്ങനെ കാര്യമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായില്ല, അതാണ് പറ്റിയത്. അല്ലെങ്കിൽ ഞാനത് ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞതിൻ്റെ ആ ഒരു ടൈമിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യായിരുന്നു. പക്ഷെ സത്യമായിട്ടും അന്നത്തെ ദിവസം അതിന് പറ്റിയ സിറ്റുവേഷൻ ആയിരുന്നില്ല, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ കാര്യമായിട്ട്. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് പേരോട് ചോദിച്ചിട്ടുണ്ട്, ആ വീഡിയോസ് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇതിന് ഒപ്പം തന്നെ ഞാനത് ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ അന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബർത്ത്ഡേ ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത് 8-ാം തീയതി ആയിരുന്നു. ഈ കഴിഞ്ഞ സാറ്റർഡേ ആയിരുന്നു, അല്ല സൺഡേ ആയിരുന്നു നമ്മൾ ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം ഒരു പുലർച്ചയൊക്കെ ആകുമ്പോൾ ഒരു 4:45 ആകുമ്പോൾ എനിക്ക് യാതൊരു തരത്തിലും വയ്യായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഒന്നിച്ചിന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നു. ഞാനും സിബിനും ഉണ്ണിയും കൂടിയിട്ട് ഒരു സമയത്ത് ആ ഒരു രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് പോയ സമയത്ത് തന്നെ എന്താ ഡോക്ടർ ഉണ്ടായിരുന്നില്ല, കുർബാനയ്ക്ക് പോയി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പം തന്നെ സിസ്റ്റർ പോയി വിളിച്ചു കൊണ്ടുവന്നു. ഒരു ടൈമിലൊക്കെ ഭയങ്കര പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ സമയത്തുള്ള സിറ്റുവേഷൻ എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് അത്രയും വിഷമോ എനിക്ക് എന്തൊക്കെയോ ആയിരുന്നു ആ സമയത്ത്. കാരണം ഞാൻ കുറേ നേരമായിട്ട് ഞാൻ സിബിൻ്റെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, നമ്മൾ ഇത്രയും നല്ലൊരു പരിപാടി നടത്തിയിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ആ പരിപാടിയിൽ എനിക്ക് അങ്ങനെ ആക്റ്റീവ് ആവാൻ പറ്റില്ല, സിബിനെ എന്താ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. നല്ല ടെൻഷൻ വന്നു, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ അപ്പോൾ തന്നെ ഞാൻ ഡോക്ടർ വന്നപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞു, എനിക്കിന്ന് മോൻ്റെ ബർത്ത്ഡേ പാർട്ടിയാണ്, എനിക്കൊരു 10 മണിക്ക് തുടങ്ങും. അപ്പോൾ ആൾ ചോദിച്ചാൽ എത്ര മണി വരെ ഉണ്ടാവില്ല, 2 മണി വരെ ഉണ്ടാവുള്ളൂ, എനിക്ക് എങ്ങനെയും എനിക്ക് പിടിച്ച് നിൽക്കണം. ആ സമയത്ത് ഞാൻ മൊത്തം കുഴഞ്ഞ പോലെയായിരുന്നു. അപ്പോൾ തന്നെ വേഗം എനിക്ക് മെഡിസിൻ അവിടെ തന്നെ തന്നു, ഞാൻ അത് അവിടെ കഴിച്ചു. സിസ്റ്റർ അപ്പോൾ തന്നെ അതെല്ലാം മുട്ടിച്ച് തന്നു കേട്ടോ, അതൊക്കെ ഞാൻ അവിടെ നിന്ന് കഴിച്ചു. അതിനുശേഷം പിന്നെ എനിക്ക് 2 ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു, അതെടുത്തു. ട്രിപ്പ് എനിക്ക് അപ്പം തന്നെ ഇങ്ങനെ കയറ്റി വിട്ടു, സെൻസിലാക്കിയിട്ട് കയറ്റി വിടുകയായിരുന്നു ചെയ്തിട്ടുണ്ടായി. അത് കഴിഞ്ഞ് 8 മണിയൊക്കെ ആകുമ്പോഴേക്കും ഞാൻ അങ്ങനെ വീട്ടിലെത്തിയിട്ടും പിന്നെ റെസ്റ്റ് കിട്ടിയില്ല. കാരണം 10 മണിയാകുമ്പോഴേക്കും എനിക്ക് ഓഡിറ്റോറിയത്തിൽ എത്തണം, ഫോട്ടോഗ്രാഫർ വരും, ചേട്ടൻ വന്ന് ഫോട്ടോ എടുക്കണം, ഉണ്ണിയുടെ ഞങ്ങളുടെയൊക്കെ ഫോട്ടോ എടുക്കണമായിരുന്നു. ആ ഒരു ടൈമിൽ എത്താനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മൊത്തത്തിൽ എനിക്ക് വയ്യ, എനിക്കത് കടന്നാൽ മതി എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെ പോയി കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് റെഡിയായി. ഞാനും സിബിനൊക്കെ ഒരു 10:30 ആകുമ്പോഴാണ് നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തുന്നത്. 11 മണിക്കാണ് നമ്മൾ ഫംഗ്ഷൻ സ്റ്റാർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ദൈവം സഹായിച്ചിട്ട് എനിക്ക് എന്താണെന്നറിയില്ല, അതൊക്കെ മരുന്ന് കഴിച്ചതിൻ്റെയും ഇഞ്ചക്ഷൻ ചെയ്തതിൻ്റെയൊക്കെ ആയിരിക്കാം, ഒരു കുഴപ്പമുണ്ടായില്ല കേട്ടോ. ഞാൻ 2 മണി 3 മണി വരെയൊക്കെ അന്ന് വൈകുന്നേരം വരെ എനിക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു, യാതൊരുവിധ കുഴപ്പമുണ്ടായില്ല. പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് വീഡിയോ എടുക്കണം എന്നുള്ളൊരിത് പെട്ടെന്ന് വന്നില്ല. കാരണം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നമ്മുടെ ഉണ്ണിയുടെ ആദ്യത്തെ പരിപാടി ഞങ്ങൾ കുറേ ആയിട്ട് നമ്മളവൻ ജനിച്ചോളം നമ്മൾ വിചാരിക്കണം, അങ്ങനെ ചെയ്യണം, ഒരു കുറവും ഇല്ലാണ്ട് എല്ലാം ഭയങ്കര ഗ്രാൻഡായിട്ട് നടത്തണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റി. ഒരാളുടെ കൈയും കാലും പിടിക്കാതെ നമുക്ക് നമ്മുടേതായിട്ട് എല്ലാ രീതിയിലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് പരിപാടി നടത്താൻ പറ്റും. നമ്മൾ വിചാരിച്ച പോലെയൊക്കെ നമുക്ക് ഇപ്പോൾ ഇവൻ്റ് ആയാലും എല്ലാം അടിപൊളി സെറ്റപ്പ്. നമ്മൾ തലേ ദിവസം പോയി നോക്കിയപ്പോൾ തന്നെ നമുക്ക് അവരുടെ വർക്കൊക്കെ കഴിഞ്ഞ് കണ്ടപ്പോൾ അങ്ങനെ ഭയങ്കര സന്തോഷം. എല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ. പിന്നെ എല്ലാം ചെയ്ത് കാറ്ററിംഗ് ആയാലും കുഴപ്പമുണ്ടായില്ല, ഒന്നും കുഴപ്പമുണ്ടായില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് നമ്മളോട് ചോദിച്ചു, എവിടെ വീഡിയോ എന്താ കാണാനില്ലല്ലോ, ഇത്രയും ദിവസമായിട്ടും വീഡിയോസ് കാണാനില്ല, നമ്മൾ എടുക്കാത്തതുകൊണ്ടാണ് നമ്മൾ കാര്യമായിട്ട് എടുക്കാത്തതുകൊണ്ടാണ് ഞാൻ എന്തായാലും അത് അപ്ലോഡ് ചെയ്യാതിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് വീഡിയോസ് കിട്ടിയിട്ടുണ്ട്, ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ ഞാനത് അപ്ലോഡ് ചെയ്യാം. പിന്നെ വയ്യായി ആയിരുന്നു കേട്ടോ മെയിൻ കാരണം. പിന്നെ എനിക്ക് ആ സമയത്ത് സിറ്റുവേഷൻസ് കുറച്ച് മോശമായിരുന്നു. നമ്മളിങ്ങനെ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അവിടെ നിന്ന് നടക്കുമ്പോൾ ആ ഒരു സമയത്ത് മൊത്തത്തിൽ നമ്മളാകെ ബ്ലാൻഡായിപ്പോയി. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു വീഡിയോ എടുക്കാനുള്ള നല്ലൊരു ദിവസം എൻ്റെയും സിബിൻ്റെയും ജീവിതത്തിൽ നമ്മളെ ഏറ്റവും നല്ലതായിട്ട് ഇങ്ങനെ ഗ്രാൻഡായിട്ട് ഒരു പരിപാടി നടത്തുമ്പോൾ അത് ചിലപ്പോൾ ചെറിയൊരു എന്തെങ്കിലും ഒരു കാര്യം എടുത്താൽ അത് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. കാരണം നമ്മൾ അത്രയും നല്ലൊരു ദിവസത്തിൽ നടക്കുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം അവിടെ ഒരു ഇത് വരുമ്പോൾ അത് ഭയങ്കരമായിട്ട് നമുക്കത്
അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരും ചില കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനും കൂടി വന്നപ്പോൾ എനിക്കങ്ങനെ അങ്ങോട്ട് വീഡിയോ എടുക്കാനോ ഒരു ചെറുതായിട്ടൊരു മൂഡ് പോയ പോലെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും പറഞ്ഞു നമ്മുടെ ഒരു പരിപാടിയല്ലേ, നമ്മുടെ പരിപാടിക്ക് വരുമ്പോൾ ഓരോരുത്തർ വരുമ്പോൾ നമ്മൾ അതിൻ്റേതായ റെസ്പെക്റ്റ് കൊടുക്കണം. അത് നമുക്കറിയാലോ, നമുക്ക് അറിയാതെ നമ്മളിപ്പോൾ ഒരു പരിപാടി ഇത്രയും ഗ്രാൻഡായിട്ട് നടത്തുമ്പോൾ നമ്മൾ ഇത്രയും പൈസ മുടക്കിയിട്ട് നടത്തുമ്പോൾ നമുക്കതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്കറിയാലോ. പിന്നെ അതുപോലെ തന്നെ നമ്മളെ യാതൊരു വിധത്തിലും നമ്മൾ ആരും ബുദ്ധിമുട്ടിച്ചിട്ടില്ല, ആരോടൊന്നും യാതൊരു വിധത്തിലുള്ള ഒന്നും നമ്മൾ ചോദിച്ചിട്ട് വാങ്ങിച്ചിട്ട് ഒന്നുമില്ല. നമ്മൾ തന്നെ നമ്മുടെ പൈസ മുടക്കി നമ്മൾ നടത്തിയ സിഗ്നൽ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി നമ്മൾ നടത്തി. അല്ലാതെ ഇപ്പോൾ ആരുടെയും ഒരു തരത്തിലും നമ്മൾ പോയിട്ടില്ല. പിന്നെ അതുമല്ല നമുക്ക് ഒരു ഇതിൽ കേക്കിൻ്റെ കാര്യം മാത്രം നമുക്ക് പാപ്പം ചെയ്തു തന്നു കേട്ടോ. അത് അപ്പോൾ നമ്മൾ ആ ലാസ്റ്റ് ടൈമിൽ കേക്കിന് മാത്രമായിരുന്നു എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഡിസൈനും കാര്യങ്ങളും എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് എവിടെ ചെയ്യും, എങ്ങനെ ചെയ്യും? ഇപ്പോൾ ഞാൻ ഡെയിലി കൊടുക്കുന്നവരായാലും പഴയനൂരുള്ളവരാണ്. അപ്പോൾ എനിക്ക് അവിടെ മുടക്കുള്ളവർ എത്തിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യുന്ന ആലോചിച്ചിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് പാപ്പം വിളിച്ചിട്ട് കേക്ക് റെഡിയായോ, കേക്കിനുള്ളത് ഞാൻ കൊടുക്കാം, നിങ്ങൾ എന്താ ഡിസൈൻ ഉണ്ടെങ്കിൽ കടയിൽ പോയിട്ട് ഇങ്ങനെ പറഞ്ഞാൽ മതി, ഷോപ്പിൽ പോയിട്ട് ഏൽപ്പിച്ചോളൂ, കേക്കിൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ പിന്നെ ഒരു സന്തോഷമായി. ആകെ ഒരു കാര്യത്തിൽ നമുക്ക് ആരുടെയും ഹെൽപ്പ് ഉണ്ടായിട്ടില്ല, നമ്മൾ ആരെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. പക്ഷെ ആ സമയത്ത് പെട്ടെന്ന് പാപ്പം വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ സിബിനും ക്ഷണിക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. സിബിൻ വേഗം വന്ന് പാപ്പം ഇങ്ങനെ വിളിച്ച് പറഞ്ഞു. എന്നാൽ പിന്നെ പെട്ടെന്ന് പോകാൻ പറഞ്ഞു. ഞങ്ങൾ വേറെ ഷോപ്പിൽ പോയി ഡിസൈൻസ് കാണിച്ചു കൊടുത്തു, എല്ലാം സെറ്റാക്കി. എന്നിട്ട് നമ്മൾ പറഞ്ഞു നമ്മളൊരു കേക്കിൻ്റെ പൈസ നമ്മൾ കൊടുക്കാം, ഇപ്പം കുറച്ച് റേറ്റ് വരുന്നത് കൊണ്ട് തന്നെ പാപ്പം പറഞ്ഞ ഇല്ല 2 കേക്കിൻ്റെ പൈസ ഞാൻ തന്നെ കൊടുക്കണമെന്ന് വെച്ചിട്ട് പാപ്പം തന്നെയാണ് നമുക്കത് ചെയ്തു തന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ സിൻ്റെ ഫാമിലിയിൽ പോലും നമുക്ക് യാതൊരു വിധത്തിലും ഒരു ഇതിനും നമുക്ക് ഇതുണ്ടായിട്ടില്ല. പക്ഷെ പാപ്പന് അത്രയും കാര്യങ്ങൾ ചെയ്തു, എല്ലാം കണ്ട് അറിഞ്ഞ് നമുക്ക് സപ്പോർട്ടായിട്ടും നമുക്ക് ആ ഒരു സമയത്ത് എന്താ വേണ്ടെന്ന് നമുക്ക് വേണ്ട ഒരു ഹെൽപ്പും തന്നത് പാപ്പൻ തന്നെ കേട്ടോ. അല്ലാണ്ട് സിൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ ആരും ഒന്നും ചെയ്തിട്ടില്ല. ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. വേറെ നമുക്കിങ്ങനെ ഒരു ഇതിന് വേണ്ടിയിട്ടല്ല, നമുക്കൊരു സപ്പോർട്ട് ഉണ്ടാവുമല്ലോ, അങ്ങനെ യാതൊരു വിധത്തിലുള്ള സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഈ ഇവൻറ്റിൻ്റെയും കാര്യങ്ങളൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെ ഏൽപ്പിച്ച് ആരുടെ മുഖേനയാണ് ഏൽപ്പിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ മുന്നത്തെ പ്രോഗ്രാമോ കാര്യങ്ങളോ അങ്ങനെ കണ്ടിട്ടുണ്ടോ എന്നുള്ളത്. ഇല്ല, നമ്മളതൊന്നും കണ്ടിട്ടുണ്ടായില്ല. ഞാനും സെബിനും കുറച്ച് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കുറച്ച് ഇവൻറ്റും അതേപോലെ കാറ്ററിംഗ് സർവീസൊക്കെ നോക്കി അതിൽ ഏറ്റവും റിവ്യൂ കൂടുതലുള്ള ആളുകളെ നമ്മൾ സെലക്ട് ചെയ്തു. പിന്നെ നമ്മൾ അവരോട് സംസാരിച്ചു, അവരെ എല്ലാവരോടും നമ്മളിപ്പോൾ ഒരു 3-4 ടീംസിന് നമ്മൾ കോണ്ടാക്ട് ചെയ്തു. അവരുടെ ഫോട്ടോസും പിന്നെ അവരുടെ ഗൂഗിൾ റിവ്യൂസൊക്കെ നോക്കിയിട്ടാണ് നമ്മളവരെ സജസ്റ്റ് ചെയ്തത് കേട്ടോ, കുറേ പേരെ. അപ്പോൾ ഏറ്റവും നല്ലത് നോക്കിയിട്ട് നമ്മൾ ക്യാഷെല്ലാം നോക്കിയിരിക്കുന്നത്, നമ്മൾ ഏറ്റവും നല്ലത് നമ്മുടെ ഇത്രയും നല്ലൊരു മൊമെൻറ്റിൽ നമുക്ക് ഏറ്റവും ഹാപ്പി ആയിട്ട് നിൽക്കാനും അടിപൊളിയാക്കി തരാനും പറ്റുന്ന ഇവൻറ്റിനെയാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ആളും കുഴപ്പമുണ്ടായിരുന്നില്ല, അവരുടെ ഇവൻറ്റും സൂപ്പറായിരുന്നു. എല്ലാ കാര്യങ്ങളും നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോസേ ഉള്ളൂ, അത് നമ്മൾ എന്തായാലും ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ആഡ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ കുറേ പേര് കാണുമില്ലെന്നൊന്നും എനിക്കറിയില്ല, കാരണം നമ്മൾ കുറേ ആയിട്ട് നമ്മൾ യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇട്ടിട്ടുള്ളത്. വ്യൂസ് കുറവായിരിക്കും, നല്ലതായിരിക്കും, പക്ഷേ പിന്നെ നമ്മളങ്ങനെ തുടർന്ന് ഇടാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എന്തായാലും ആ വീഡിയോ കണ്ടിട്ട് കാര്യം